വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. ഈ 2-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ എന്ന് വെളിപ്പാട് പുസ്തകം 7:2 പറയുവാൻ കാരണം വെളിപ്പാട് 7:1 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിൽ കാറ്റിനെ തടുത്തുകൊണ്ട് നിൽക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു ദൂതൻ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം മുദ്ര ഇട്ട് വേർതിരിപ്പാനായി വരുന്നു. ഇത് സഭയുടെ മുദ്രയല്ല, കാരണം സഭയെ മുദ്ര ചെയ്യുന്നത് ദൈവമാണ്. 2 കൊരിന്ത്യർ ലേഖനം 1:22 കൂടാതെ 1:21 ആ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് സഭയെ മുദ്രയിടുന്നത് ദൈവമാണെന്ന് കാണുന്നു. ആ 2 വാക്യങ്ങൾ വായിക്കുന്നു. ഒരിക്കൽ കൂടി 2 കൊരിന്ത്യർ ലേഖനം 1:21-22 വാക്യങ്ങൾ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മളെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. മറ്റൊരു വാക്യം എഫേസ്യ ലേഖനം 1:14. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 7:2 പറയുന്ന മുദ്ര ദൂതൻ്റെ കൈയാൽ സംഭവിക്കുന്നതാണ്. മുദ്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തെളിവ്: 1. കയ്യിനെ ദൈവം മുദ്രയിട്ടത് ഉൽപ്പത്തി പുസ്തകം 4:15 വായിക്കുന്നു. 2. ദൈവമക്കളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. റോമർ 8:16, എഫീസർ 1:14. മൃഗത്തിൻ്റെ ആളുകൾക്ക് പ്രത്യേകം നെറ്റിമേലോ കൈമേലോ മുദ്രയിടും. ഇത് മഹോദരകാലത്ത് കൊടുക്കൽ വാങ്ങലിന് വേണ്ടിയിട്ടാണ്. വെളിപ്പാട് പുസ്തകം 13:16-17 വാക്യങ്ങൾ. അടുത്തതായി ഈ വെളിപ്പാട് പുസ്തകം 7:2 നമ്മൾ കാണുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര. യഹൂദൻ്റെ പ്രത്യേക അവകാശമാണ് ജീവനുള്ള ദൈവം. കാരണം 1. ജാതികളുടെ ജീവനില്ലാത്ത ദേവന്മാരുമായി നമ്മുടെ ദൈവത്തിനുള്ള അന്തരം ഇത് വ്യക്തമാക്കുന്നു. യെശയ്യാവ് 44:9-17 വരെയുള്ള വാക്യങ്ങൾ, സങ്കീർത്തനം 115:3-8 വരെയുള്ള വാക്യം. 2. സങ്കീർത്തനക്കാരൻ്റെ ദാഹിക്കുന്ന ആത്മാവിന് ജീവനുള്ള ദൈവം തൃപ്തി നൽകുന്നു. സങ്കീർത്തനം 42:1-2 വാക്യങ്ങൾ. 3. ജീവനുള്ള ദൈവത്തെ അറിയുന്നതും അവൻ്റെ ജനമായിരിക്കുന്നതും ഒരു പദവിയാണ്. ഹോശയ്യ 1:10. 4. സർവ്വഭൂമിക്ക് നാഥനായ ദൈവം ശത്രുക്കളുടെ മേൽ നമുക്ക് ജയം നൽകുന്നു. യോശുവ 3:10. അടുത്തതായി വെളിപ്പാട് പുസ്തകം 7:2 നമ്മൾ കാണുന്നത് കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. ഈസ്റ്റ്, കിഴക്ക് എന്നതിന് എബ്രായ ഭാഷ കെഥോം എന്നാണ്, ഗ്രീക്ക് അനാട്ടലി എന്നാണ്. ഉദിപ്പിക്കുക, എഴുന്നേൽപ്പിക്കുക, എഴുന്നേൽക്കുക തുടങ്ങിയ അർത്ഥവും ഇതിനുണ്ട്. ഗ്രീക്ക് ബൈബിളിൽ സൂര്യോദയത്തിങ്കൽ നിന്ന് കയറി വരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉദയ സൂര്യൻ്റെ നാട്ടിൽ നിന്ന് വരുന്നു. ഏദൻ കിഴക്കാണ്. ഉൽപ്പത്തി 2:8 നമ്മൾ കാണുന്നു. കിഴക്കിന് വളരെ പ്രാധാന്യം ബൈബിൾ വീഡിയോകളിൽ നമുക്ക് കാണുന്നു. അതിലൊന്നാണ് ഏദൻ കിഴക്കാണ്. ഉൽപ്പത്തി 2:8. 2. ഏദന് കിഴക്ക് നോദ് ദേശം. ഉൽപ്പത്തി 3:24 അവിടെയാണ് കയീൻ താമസിച്ചത്. ഉൽപ്പത്തി 4:16 കാണുന്നു. 3. ജീവവൃക്ഷത്തിൻ്റെ വഴി സംരക്ഷണത്തിനായി കെരൂബുകൾ നിർത്തിയത് കിഴക്കായിരുന്നു. ഉൽപ്പത്തി 3:24. 4. യെഗസ്കേൽ പ്രവാചകൻ ദർശനത്തിൽ കണ്ട ദൈവാലയത്തിൻ്റെ മുഖം കിഴക്കായിരുന്നു. യെഗസ്കേൽ 47:1. 5. കിഴക്ക് നിന്ന് തേജസ് ആലയത്തിലേക്ക് കടന്നു വരുന്നു. യെഗസ്കേൽ 48 നമ്മൾ വായിക്കുന്നു. 6. ശിശുവായ യേശുവിനെ കണ്ട് നമസ്കരിക്കാൻ വന്നവർ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരായിരുന്നു. മത്തായി 2:1. 7. ക്രിസ്തുവിൻ്റെ ജനനത്തെ ചൂണ്ടിക്കാണിച്ച നക്ഷത്രം കിഴക്ക് കണ്ടു. 8. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെടുന്നു. മത്തായി 24:47. 9. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് സ്വർഗ്ഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. മത്തായി 8:11, ലൂക്കോസ് 13:29. അടുത്ത 10. ഇസ്രായേലിലെ ശേഷിപ്പിനെ കിഴക്ക് നിന്ന് വരുത്തും. യെശയ്യാവ് 43:5, സക്കറിയാവ് 8:7. ബൈബിളിൽ ഇങ്ങനെ കിഴക്കിന് അനവധി പ്രാധാന്യം കൊടുത്തതുകൊണ്ട് കിഴക്കുന്നുള്ള ദൂതൻ്റെ ആഗമനത്തിന് പ്രത്യേക ഉദ്ദേശം വല്ലതും ഉണ്ടോ എന്ന് വ്യക്തമല്ല. ദൂതൻ്റെ മുദ്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, കാരണം കേടുവരുത്തരുത് എന്ന് വിളിച്ചു പറയുന്നു. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 7:3 പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.